ഓക്കെ മക്കളെ, നമുക്ക് ജെഇ മെയിൻസ് 30th January ഷിഫ്റ്റ് നമ്പർ 1 6th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡയാമാഗ്നറ്റിക് ലാന്തനോയിഡ്സ് ആർ വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ഡയാമാഗ്നറ്റിക് ലാന്തനോയിഡ്സ്? മക്കളെ, പണ്ടൊക്കെ നമ്മൾ ജെഇക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്റ്റുഡൻസിനോട് പറയായിരുന്നു ലാന്തനോയിഡ്സിന്റെ ആക്ടിനോയിഡ്സിന്റെ ഒക്കെ കോൺഫിഗറേഷൻ അധികം നോക്കാൻ നിൽക്കണ്ട, പ്ലീസ് പ്രയോറിറ്റി കൊടുത്താൽ മതി. പക്ഷെ ഇപ്പോൾ ലൈൻ ബൈ ലൈൻ NCERT ക്വസ്റ്റ്യൻസ് കുറേ അധികം വരുന്നുണ്ട്. ലാന്തനോയിഡിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ജനുവരി സെഷനും അതിന് മുമ്പത്തെ ഇയേഴ്സിലൊക്കെ നോക്കിയാൽ ലാന്തനോയിഡിനെ കുറിച്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പൊ ഈ ടേബിൾ ഉണ്ടല്ലോ നിങ്ങളുടെ DNF ബ്ലോക്കിലെ ലാന്തനോയിഡിന്റെ കോൺഫിഗറേഷന്റെ ടേബിൾ, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അധികം ലീസ് പ്രയോറിറ്റി കൊടുത്താൽ മതി എന്ന് പറയും. പക്ഷെ ഇപ്പൊ നല്ല പ്രയോറിറ്റി കൊടുക്കണം. പറ്റുമെങ്കിൽ എല്ലാത്തിന്റെയും ഓർത്തു വെക്കുക മക്കളെ. ഇനിയിപ്പോ അത് പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലാന്തനം, സീരിയം, പ്രസോഡീമിയം, നിയോഡീമിയം, പ്രൊമെത്തിയം, സെമേറിയം, യൂറോപ്പിയം, ഗഡോലീനിയം വരെയും എന്തായാലും ഓർത്ത് വെക്കണം. പിന്നെ ലുട്ടീറ്റിയം, ടെർബിയം, ലുട്ടീറ്റിയം ഓൾമോസ്റ്റ് ഓൾ ഓർത്ത് വെക്കുന്നതാണ് ഞാൻ പറയുക. ബട്ട് അറ്റ്ലീസ്റ്റ് ടിൽ ഗഡോലീനിയം എന്തായാലും ആൻഡ് ടെർബിയം ആൻഡ് ലുട്ടീറ്റിയം എന്തായാലും. ഓക്കെ, ബാക്കിയുള്ളവന്മാരെ കുറിച്ച് ഓർത്ത് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. ബട്ട് അറ്റ്ലീസ്റ്റ് ഇവന്മാരെ കുറിച്ച് എന്തായാലും ഓർത്ത് വെക്കണം. അവന്മാരെ കുറിച്ച് ഓർത്ത് വെക്കാന്ന് വെച്ചാൽ അവന്മാരുടെ കോൺഫിഗറേഷൻസ് ഓർത്ത് വെക്കണം. ഓക്കെ, അതേപോലെ തന്നെ അവരുടെ സ്പെഷ്യാലിറ്റീസ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ Ln4+ കാണിക്കുന്ന Ln4+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആരൊക്കെ ഉണ്ട് നിങ്ങൾ നോക്കിക്കുക മക്കളെ. സീറിയം ഉണ്ട്, അതേപോലെ തന്നെ പ്രസോഡീമിയം ഉണ്ട്, അതേപോലെ തന്നെ നിയോഡീമിയം ഉണ്ട്, അതേപോലെ തന്നെ ടെർബിയം ഉണ്ട്, അതേപോലെ തന്നെ ഡിസ്പ്രോസിയം ഉണ്ട്. അല്ലേ മക്കളെ? ഫൈൻ. സോ എല്ലാവരും നോക്കുക മക്കളെ, ഇവിടെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിരിക്കുന്നത് ഡയാമാഗ്നറ്റിക് ലാന്തനോയിഡ്സ് ഏതൊക്കെയാണെന്നാണ്. ഡയാമാഗ്നറ്റിക് ലാന്തനോയിഡ് അയോൺസ് ഈസിലി നമുക്ക് പറയാം. ഇഫ് യു നോ ദ കോൺഫിഗറേഷൻസ്, അറ്റ്ലീസ്റ്റ് ലാന്തനത്തിന്റെയും സീരിയത്തിന്റെ ഒക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. La3+ഉം Ce4+ഉം ആൻസർ ആയിട്ട് വരിക. കാര്യം നിങ്ങൾ ലാന്തനത്തിന്റെ കോൺഫിഗറേഷൻ നോക്കുമ്പോൾ 5d1 6s2 ആണ്. La3+ എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺ എടുത്ത് കളയുക. ഈ 3 എണ്ണം പോകും, പിന്നെയുള്ളതെല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും ഉള്ളിലുള്ളത്. സീരിയത്തിന്റെ കോൺഫിഗറേഷൻ 4f1 5d1 6s2 ആണ്. അപ്പൊ 4 ഇലക്ട്രോൺ എടുത്ത് കളയുമ്പോൾ പിന്നെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് എല്ലാം പെയർഡ് ആയിരിക്കും, കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആയിരിക്കും ഉള്ളിലുള്ളത്. സോ ബേസിക്കലി ആൻസർ വരുന്നത് 2 ആണ് കേട്ടോ.